എന്നാൽ ഈ ദുനിയാവിന്റെയും ആഖിറത്തിന് ഇടയ്ക്കൊരു അതിരുണ്ട്. ആ അതിരിന്റെ ആ അതിരിൽ കുത്തിയ മരത്തിന്റെ പേരാണ് സിദ്റത്തുൽ മുൻതഹ. സിദ്റ എന്നാണ് അറബികൾ പറയുക. അതിന്റെ ഇപ്പുറം ദുനിയാവാണ്, അപ്പുറം ആഖിറം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ച് താമസിപ്പിച്ചത് ഇപ്പുറത്തുള്ള ജന്നത്തുൽ മഅവയിലാണ്. വഇൻദഹാ ജന്നത്തുൽ മഅവാ. ആ ജന്നത്തുൽ മഅവയിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച് താമസിപ്പിച്ചപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് ഒരു ഏകാന്തത, എത്ര സുഖം ഉണ്ടായിട്ടും കാര്യമല്ല, ഏകനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ എന്റെ സുഖം? ഒരു സുഖമില്ലല്ലോ. ഇഷ്ടം പോലെ കഴിക്കാൻ ആവശ്യമായ വിഭവങ്ങളുണ്ട്, ഉറങ്ങാൻ നല്ല ബെഡുണ്ട്, എല്ലാവിധ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എണതൊണ ആരുമില്ല. അപ്പൊ എങ്ങനെ ഉണ്ടാവും? ജയിലിൽ ഏറ്റവും വലിയ പ്രശ്നം അതല്ലേ. അങ്ങനെ സ്വർഗത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് ഇണങ്ങാനും ആശ്വസിപ്പിക്കാനും വേണ്ടി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇടത് വാരിയല്ലിൽ നിന്ന് ഊരിയെടുത്ത് അതുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദം നബിയുടെ ഇണയാണ് മഹദി. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാ. ആദ്യത്തെ കല്യാണം സ്വർഗത്തിലാണ്. ഹവ്വാ ബീവിയെ കല്യാണം കഴിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ഖുത്ബയോതി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെ ശരീരത്തിൽ നിന്ന് ഊരിയെടുത്തിരിക്കുന്ന എല്ല് പുരുഷന്മാരുടെ വാരിയെല്ലുകൾ പരിശോധിച്ചാൽ വലഭാഗത്തെ വാരിയെല്ലും ഇടഭാഗത്തെ വാരിയെല്ലുമായി ഇടഭാഗത്തൊരു വാരിയെല്ലിന് കുറവുണ്ട്. ആ വാരിയെല്ലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ് ഹവ്വാ ബീവിയെ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ, ശൂന്യതയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ, ഇല്ലായ്മയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ, നിങ്ങളെ പരിരക്ഷിക്കുന്ന റബ്ബിനെ, നിങ്ങളെ എല്ലാം പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ പേടിക്കണം. വഖലഖ മിൻഹാ സൗജഹാ, ആ ശരീരത്തിൽ നിന്നു തന്നെ മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ശരീരത്തിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ആ ശരീരത്തിൽ നിന്നു തന്നെയാ ആ ശരീരത്തിന്റെ ഇണയെയും അല്ലാഹു സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഓരോ പുരുഷന്മാരുടെയും ഭാര്യമാർ ആ പുരുഷന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാനാണ് അല്ലാഹു നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. മഹാനായ അല്ലാഹുവിന്റെ ഖുദ്റത്ത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്ന അടയാളങ്ങളിൽ പെട്ടതാണ്, അത്ഭുതങ്ങളിൽ പെട്ടതാണ്. അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജാ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ശരീരങ്ങളിൽ നിന്ന് ഇണകളെ അവൻ സൃഷ്ടിച്ചു. ഏതൊരു പുരുഷന്റെയും ഭാര്യ ആ പുരുഷന്റെ ശരീരത്തിൽ നിന്നു തന്നെ സൃഷ്ടിക്കപ്പെട്ടത്. ആ ശരീരത്തിന്റെ ഭാഗമാ. കാസർഗോഡുള്ള ഒരു ചെറുപ്പക്കാരൻ അങ്ങ് തിരുവനന്തപുരത്തുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ
അല്ലെങ്കിൽ എമിറേറ്റ്സിലുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ നിക്കാഹ് ചെയ്താൽ ആ പുരുഷനും ഈ സ്ത്രീയും തമ്മിൽ എന്തൊരു ബന്ധമാണ്, എന്തൊരു ഇണക്കമാണ്, എന്തൊരു ലോഹ്യമാണ്, എന്തൊരു സ്നേഹമാണ്. അല്ലാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർക്കറിയുമോ, സഹോദരന്മാർക്കറിയുമോ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഉമ്മയും മകനും പോലെയുള്ള ബന്ധമല്ല, ഉപ്പയും മകളും പോലെയുള്ള ബന്ധമല്ല, ആങ്ങളെയും പെങ്ങളും പോലെയുള്ള ബന്ധമല്ല, ഒരു ഉപ്പയ്ക്ക് മകളോടുള്ള സ്നേഹമല്ല, ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ളത്, ഒരു മകൾക്ക് തന്റെ ഉപ്പയോടുള്ള സ്നേഹം പോലെയല്ല ഒരു പെണ്ണിന് തന്റെ ഭർത്താവിനോട് ഉണ്ടാവേണ്ടത്. അല്ലാ, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കടപ്പാട് തന്റെ ഉമ്മയോടാണ്. എന്നാൽ തന്നെയും ഒരു പുരുഷന് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാവേണ്ടത് തന്റെ പ്രിയപ്പെട്ട ഉമ്മയോടല്ല, ഉമ്മയോട് കാരുണ്യമാണ്, മകളോട് കാരുണ്യമാണ്. അതേ സമയത്ത് നിങ്ങൾക്കറിയുമോ, ഞാൻ പച്ചയായി തന്നെ പറയുന്നു, ഒരു മകൻ തന്റെ ഉമ്മയെ സ്നേഹിക്കുന്നത് പോലെയല്ല ഒരാൾ തന്റെ ഭാര്യയെ സ്നേഹിക്കേണ്ടത്, ഭാര്യയുമായിട്ട് ഇടപഴകേണ്ടത്. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, ഉമ്മയും മക്കളും തമ്മിൽ, ഭർത്താവേ ഉപ്പയും മകളും തമ്മിൽ, ഉമ്മയും മകനും തമ്മിൽ, അവര് തമ്മിലുള്ളതൊക്കെ റഹ്മത്താണ്. ഭാര്യ ഭർത്താക്കൾ അങ്ങനെയല്ല, റഹ്മത്തും മവദ്ദത്തുമാ, വല്ലാത്തൊരു സ്നേഹമാ, ഈ ശരീരത്തിന്റെ ഭാഗമാ. അതുകൊണ്ടല്ലേ നിക്കാഹ് ചെയ്തിട്ട് വീടുകൂടി, ചിലത് വീട് കൂടുകയും വേണ്ട, 1-2 ദിവസം കഴിയുമ്പോഴേക്ക്, ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഇവര് തമ്മിൽ എന്തൊരു ബന്ധമാ, എന്തൊരടുപ്പമാ, എന്തൊരു സ്നേഹമാ. ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ, അവന്റെ ഖുദ്റത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണെന്ന് ഖുർആനിലില്ലേ. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. അല്ലാഹു അവന്റെ ഖുദ്റത്തിന്റെ, ആസ്തിക്യത്തിന്റെ അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞതാ. അതാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കടപ്പാട് ഉമ്മയോടാണ്. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കടപ്പാട് തന്റെ ഭർത്താവിനോടാണ് ഏറ്റവും വലിയ കടപ്പാട്. അതാണ് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ വ്യത്യാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വളർത്തിയതൊക്കെ പെൺകുട്ടികളാണ്. ആൺകുട്ടികളെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർത്തിയിട്ടില്ല. അതിന് പല കാരണങ്ങളുമുണ്ട്. ഒരു കാരണം ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളർന്നു വലുതായതൊക്കെ പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികളെ ഒരാൾ വളർത്തി വിവാഹപ്രായമെത്തി വിദ്യാഭ്യാസവും സംസ്കാരമൊക്കെ പഠിപ്പിച്ച് ആ 2 പെൺകുട്ടികളെ ഒരു അനുയോജ്യനായ ഭർത്താവിനെ കൊണ്ട്
കെട്ടിച്ചാൽ കുന്ന ലഹു സിത്റം മിനന്നാർ, നരകത്തിൽ നിന്നൊരു മറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും അവഗണിക്കപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗത്തെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ടാണ് അവിടുത്തെ പ്രബോധന പ്രവർത്തനം ഉണ്ടായത്. പൊതുവെ അവഗണിക്കപ്പെടുന്നവരും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുമാണ് സ്ത്രീകൾ. പക്ഷേ ആ സ്ത്രീകളെ എപ്പോഴും ഉയർത്തിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചത്. യഗ്ലിബിന കരീമൻ, എപ്പോഴും സ്ത്രീകൾ മാന്യന്മാരായ ആളുകളോട് പറഞ്ഞു ജയിക്കും. വയഗ്ലിബുഹുന്ന ലഈൻ, പെണ്ണുങ്ങളെ പറഞ്ഞ് ഒതുക്കി അവരെ വരച്ച വരയിൽ നിർത്തുന്നവൻ ലഈമാൻ, കുരുത്തം കെട്ടവനാണ്. വഹിബ്ബു അൻ അകൂന കരീമൻ മഗ്ലൂബാ, സ്ത്രീകൾക്ക് ഒതുങ്ങിക്കൊടുക്കുന്ന, വഴങ്ങിക്കൊടുക്കുന്ന, സ്ത്രീകളോട് പരാജയപ്പെടുന്ന മാന്യനായ പുരുഷനാവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹ് ജീവിതത്തിൽ ഹബീബായ തങ്ങളെ മാതൃകയാക്കണ്ടേ. നിങ്ങളിൽ ഏറ്റവും നല്ലവർ നിങ്ങളെ സ്വന്തം ഭാര്യമാർക്ക് നല്ലവരായി തീർന്നവരാ. ഭാര്യയുടെ സർട്ടിഫിക്കറ്റ് കിട്ടാതെ സ്വർഗത്തിലില്ല, ഉമ്മയുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ സ്വർഗത്തിലില്ല. സ്വന്തം ഭാര്യ പറയണം, എന്റെ ഭർത്താവ് നല്ലവനാ, എന്റെ ഭർത്താവ് നല്ല ഭർത്താവാ, എന്റെ ഭർത്താവിന്റെ സ്വഭാവം നല്ലതാ, എന്റെ ഭർത്താവ് വല്ലാത്ത സ്നേഹമുള്ളവരാ, എന്റെ ഭർത്താവ് വല്ലാത്ത കരുണയുള്ളവരാ, എന്റെ ഭർത്താവിനെ പോലത്തൊരു ഭർത്താവിനെ എനിക്ക് കിട്ടൂല. പറയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ ഭർത്താവ് പൊതുരംഗത്ത് ഉഷാറാണ്, സാമൂഹിക രംഗത്ത് ഉഷാറാണ്, ദീനീ പ്രവർത്തന രംഗത്ത് ഉഷാറാണ്. പക്ഷേ എന്റെ മുൻപിൽ എന്റെ ഭർത്താവ് ഒന്നുമല്ല. ആഖിർ സമാനിലെ മക്കളെ, അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയാകുന്ന ബീവി ഖദീജ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ മുഅ്മിനത്താണ്. ആമി ബഹുമാനപ്പെട്ട ഖദീജ ബീവിയെ പോലെ ഈമാൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണ് ഉമ്മത്തിലില്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെക്കാൾ മുമ്പ് ഇസ്ലാമിൽ വന്നത് ബീവി ഖദീജയാണ്. നേരത്തെ തന്നെ റസൂലുള്ളാഹിന്റെ നബുവത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ഭർത്താവിനെ തെരഞ്ഞെടുത്ത മഹദിയാണ് ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. മഹദിക്ക് നേരത്തെ മുത്തുനബി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 2 ഭർത്താക്കന്മാരെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ ഭർത്താക്കന്മാരിൽ മക്കൾ പിറന്നിട്ടുണ്ട്. 4 മക്കൾ നേരത്തെ ബഹുമാനപ്പെട്ട ഖദീജ ബീവിക്കുണ്ട്. പിന്നെ പലരും വിവാഹാന്വേഷണത്തിന് വന്നിട്ടുണ്ട്. എല്ലാം നിരാകരിച്ച മഹദിയായ ബീവി ഖദീജ മുത്തുനബിയെ തിരിച്ചറിഞ്ഞതാ. അതേ, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പ്രവാചകരാണെന്ന് ജൂതന്മാരിൽപ്പെട്ട പുരോഹിതന്മാര് പറഞ്ഞതനുസരിച്ച് പ്രതീക്ഷിച്ചതാണ്. നിങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യയാവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ തന്റെ ഹൃദയത്തിൽ അങ്ങ് തീരുമാനമെടുത്തതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബുവത്തിന്റെ പ്രഖ്യാപനത്തിന്റെ മുൻപ് തന്നെ തങ്ങളെ തിരിച്ചറിഞ്ഞ മഹദിയാ ഈ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദീജ ബീവി അറിഞ്ഞതുപോലെ, ഖദീജ ബീവി വിശ്വസിച്ചതുപോലെ, ഖദീജ ബീവി സ്നേഹിച്ചതുപോലെ, ഖദീജ ബീവി തിരിച്ചറിഞ്ഞതുപോലെ, മുത്തുനബിയെ പറ്റി ഖദീജ ബീവി പറഞ്ഞതുപോലെ, പ്രഖ്യാപിച്ചതുപോലെ
ഒരാളും പറഞ്ഞിട്ടില്ല. നുബുവത്ത് വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങി ഹിറാ ഗുഹയിൽ നിന്ന് വന്നിട്ടുള്ള മഹദി ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകാന്തത ഇഷ്ടപ്പെട്ട മുത്തുനബിക്ക് തനിച്ചിരുന്ന് ധ്യാനിക്കാൻ വേണ്ടി സ്ഥലം കണ്ടെത്തിയത് ബീവി ഖദീജ. ഭക്ഷണം കൊണ്ട് കൊടുത്തത് ബീവി ഖദീജ. അല്ലാഹുവിന്റെ റസൂലിന് 7 മക്കളിൽ 6 മക്കളെയും പ്രസവിച്ചത് ബീവി ഖദീജ. ഈ 6 മക്കളെയും ഖദീജ ബീവി പ്രസവിക്കുന്നത് 40 വയസ്സിന് ശേഷമാണ്. ബഹുമാനപ്പെട്ട മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ നുബുവത്തിന്റെ പ്രഖ്യാപനത്തിന് ശേഷമാണ് ബഹുമാനപ്പെട്ട അബ്ദുള്ള എന്ന് പറയുന്ന പൊന്നുമോനെ പ്രസവിക്കുന്നത്. ഇന്ന് 40 വയസ്സായ പെണ്ണുങ്ങൾ പ്രസവിക്കാൻ കൂട്ടാക്കുമോ? അതേ സമയത്ത് 52-55 വയസ്സുള്ളപ്പോ ബഹുമാനപ്പെട്ട ബീവി ഖദീജ അല്ലാഹുവിന്റെ റസൂലിന് ഭക്ഷണവുമായിട്ട് പോവുകയാണ് ഹിറാ പർവ്വതത്തിലേക്ക്. മക്ക ഖദീജ ബീവിന്റെ വീട്ടിൽ നിന്ന് ഏകദേശം 9 ചില്ലാനും കിലോമീറ്റർ അകലെയുണ്ട്. ചെങ്കുത്തുള്ള പർവ്വതമാണ്. നമ്മെപ്പോലെ ആരോഗ്യമുള്ള പാർട്സുകളും ടൂൾസുകളും ഒക്കെ വളരെ ക്ലിയറുള്ള ആളുകൾക്ക് പോലും അത് കയറാൻ കഴിയില്ല. അതേ സമയത്ത് ബീവി ഖദീജ 55 വയസ്സുള്ളപ്പോ 8 മാസം ഗർഭമുള്ളപ്പോ റസൂലുള്ളാഹിക്ക് ഭക്ഷണവുമായി ആ പർവ്വതത്തിൻ മുകളിൽ ചെന്നതാ. ഹബീബിനെ ധ്യാനിച്ച ഹബീബിനെ പ്രീതിപ്പെടുത്തിയതാ. ഹബീബായ മുത്തുനബിന്റെ പോറ്റുമോൻ സയ്യിദ് റളിയല്ലാഹു അൻഹു വീട്ടിലുണ്ട്. ഖദീജ ബീവിനോട് പറയാറുണ്ട്, ഉമ്മാ നിങ്ങൾ എന്തിനാണ് പാടുപെട്ടു പോകുന്നത്? ഞാൻ അങ്ങ് കൊണ്ടുപോയി കൊടുത്തോട്ടെ, തങ്ങൾക്ക് ഞാൻ ഭക്ഷണം എത്തിച്ചു കൊടുത്തോട്ടെ. ബഹുമാനപ്പെട്ട ഖദീജ ബീവിക്കത് സമ്മതമല്ല. ഇന്ന് ചില പെണ്ണുങ്ങളുണ്ട്, പെണ്ണുങ്ങൾക്ക് ത്യാഗമുണ്ടോ? 8ഉം 10ഉം പ്രസവിച്ച കൂലി ഇന്ന് പെണ്ണുങ്ങൾക്ക് പ്രതീക്ഷിക്കാനുണ്ടോ? ഭർത്താവിന് ഖിദ്മ ചെയ്ത കൂലി പ്രതീക്ഷിക്കാനുണ്ടോ? ഇടിക്കാനും പൊടിക്കാനും വേണ്ടി കഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ശ്രമം പറയാൻ ഇന്നത്തെ പെണ്ണുങ്ങൾക്കുണ്ടോ? നമ്മുടെ ഉമ്മമാരെ അറിയില്ലേ? 8ഉം 10ഉം 15ഉം പ്രസവിച്ചവര്, ആഴമുള്ള കിണറിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവന്നവര്, അവര് അരിയും നെല്ലും ഇടിച്ചു പൊടിച്ചവര്, ഭർത്താവിന്റെ വസ്ത്രം കഴുകിക്കൊടുത്തവര്, എല്ലാ വീട്ടുജോലികളും ചെയ്തവര്, മക്കൾക്ക് മലയൂട്ടിയത്, മക്കൾക്ക് എല്ലാ ഖിദ്മാത്തും ചെയ്തു കൊടുത്തവര്, അതൊക്കെ അവർക്ക് വലിയ പുണ്യമാ. ആഖിർ സമാനിലെ പെണ്ണുങ്ങളെ, 10 പ്രസവിച്ച പെണ്ണ് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടോ? പ്രസവിച്ച കൂലിയുണ്ടോ? മുല കൊടുത്ത കൂലിയുണ്ടോ? ഭർത്താവിന് വസ്ത്രം കഴുകി കൊടുത്ത കൂലിയുണ്ടോ? ഭക്ഷണം പാകം ചെയ്തു കൊടുത്ത കൂലിയുണ്ടോ? എന്തൊരു കൂലിയാ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ആഖിറമില്ലയോ? നന്മതിന്മ തൂക്കേണ്ടതില്ലയോ? ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് പറഞ്ഞു, അല്ലാഹ്, ഈ നന്മയും തിന്മയും തൂക്കുന്ന തുലാസൊന്ന് കണ്ടിരുന്നെങ്കിൽ. ദുനിയാവിൽ പല തുലാസുകളും കണ്ടിട്ടുണ്ട്, ഡിജിറ്റൽ തുലാസുകൾ കണ്ടിട്ടുണ്ട്, വലിയ ചുമടുകൾ തൂക്കുന്ന ലാറിയും ചരക്കും ഒന്നിച്ചു തൂക്കുന്ന തുലാസ് കണ്ടിട്ടുണ്ട്, കണ്ടെയ്നർ തൂക്കുന്ന തുലാസ് കണ്ടിട്ടുണ്ട്. പക്ഷേ നന്മയും തിന്മയും തൂക്കുന്ന തുലാസ് കണ്ടിട്ടില്ല. അതൊന്ന് കാണിച്ചു തരുവോ? പൊന്നു തൂക്കുന്ന തുലാസുണ്ട്. ബഹുമാനപ്പെട്ട ഈസ നബിയോട് അല്ലാഹ് ചോദിച്ചു, നിങ്ങൾക്ക് എന്തിനാ? കണ്ടേ പറ്റൂ. മഹാനരായ ഈസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് ഒന്ന് കണ്ണടയ്ക്കാൻ പറഞ്ഞതാണ്. കണ്ണടച്ച് തുറന്നു നോക്കുന്ന സമയത്ത് ഈസ നബി ബോധരഹിതരായി
വീണുപോയി. ബോധം തെളിഞ്ഞപ്പോ കൂടെയുള്ളവർ ചോദ്യം എന്ത് പറ്റി? ഒന്നുമല്ല, സുബ്ഹാനല്ലാഹ്, ഈ തുലാസ് ഞാൻ കണ്ടപ്പോ ഈ ദുനിയാവും ദുനിയാവിലുള്ള സകലമാന വസ്തുക്കളും ഈ നന്മയുടെ തട്ടിലങ്ങി വെച്ചാൽ ഒരു വലിയ പാത്രത്തിൽ ഒരു കടകമണിയിട്ടത് പോലെയില്ല. അത്ര വലിയ തുലാസാണല്ലോ ഇത്. സൽക്കർമ്മം കൊണ്ട് തൂക്കണമല്ലോ, ഭാരം തൂങ്ങണമല്ലോ എന്നോർത്തുകൊണ്ട് കരഞ്ഞതാ. ബോധം കെട്ട് വീണുപോയതാ. മക്കളെ, നിങ്ങൾ കേൾക്കുന്നത് കെട്ടുകഥകളല്ല, നിങ്ങൾ കേൾക്കുന്നത് നോവലുകളല്ല, നിങ്ങൾ കേൾക്കുന്ന ഐതിഹ്യമല്ല, നിങ്ങൾ കേൾക്കുന്നത് പുരാണമല്ല. മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഉമ്മമാരോട് ചോദിക്കുകയാ, നന്മയുടെ തുലാസൊന്ന് തൂങ്ങിക്കിട്ടാൻ, അതൊന്ന് ഭാരം തൂങ്ങാൻ എന്താ നിങ്ങൾക്ക് പ്രതീക്ഷയുള്ളത്? ആത്മാർത്ഥമായി ബഹുമാനപ്പെട്ട ഖദീജ ബീവി ജീവിതത്തിൽ ചെയ്ത സേവനങ്ങളിൽ നിന്ന് ഒരു ദിവസത്തെ സേവനം ചെയ്തത് പറയാനുണ്ടോ? മഹാനരായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു പാവപ്പെട്ട പെണ്ണ് വരുന്നു. ഇന്നി ഫതാത്തുൻ ഖുതബു, വിവാഹാന്വേഷണം നടക്കുന്ന പെണ്ണാണു ഞാൻ. അതുകൊണ്ട് ഒരു ഭർത്താവിനോട് ഭാര്യക്കുള്ള കടപ്പാട്, ബാധ്യത അങ്ങൊന്ന് പറഞ്ഞു തരുമോ? ഹബീബായ തങ്ങൾ പറയുന്നു, മോളെ, നിന്റെ ഭർത്താവിന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ശരീരത്തിന്റെ മറ്റ് ദ്വാരങ്ങളിൽ നിന്നും ചീഞ്ഞളിഞ്ഞ ശലമൊഴുകി വന്നാൽ എല്ലാം നിന്റെ നാവ് കൊണ്ട് നക്കിയെടുത്ത് വൃത്തിയാക്കിയാൽ ലമാ അദ്ദത്ത് ശുക്രഹാ, ഒരു ഭർത്താവിനോട് ഭാര്യ ചെയ്യേണ്ട ബാധ്യത വീടിയിട്ടില്ല, കടമ തീർന്നിട്ടില്ല. എനിക്ക് കല്യാണം ചെയ്യണമോ എന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞു, വേണ്ട, എനിക്ക് കല്യാണം വേണ്ട, ഭർത്താവ് വേണ്ട. ഹബീബായ തങ്ങൾ പറഞ്ഞു, മോളെ, തസവ്വജി, കല്യാണം കഴിച്ചോ, ഭർത്താവിന് ഖിദ്മ ചെയ്തോ, കുറഞ്ഞ അമലുകൾ മതി. ഇദാ സല്ലത്തിൽ മർഅത്തു ഖംസഹാ വസ്വമത് ശഹ്റഹാ വഅതഅത് സൗജഹാ വഅഹ്സനത് ഫർജഹാ ദഖലത് ജന്നത റബ്ബിഹാ. പുരുഷന്മാരത്ര കടപ്പാട് പെണ്ണുങ്ങൾക്കില്ല. 5 വക്ത് കൃത്യമായി നിസ്കരിക്കണം, റമദാൻ മാസത്തിൽ നോമ്പെടുക്കണം, ചാരിത്രം സംരക്ഷിച്ചു ജീവിക്കണം, ഭർത്താവിന് വഴിപ്പെട്ട് ജീവിക്കണം. എന്നാൽ ദഖലത്ത് ജന്നത റബ്ബിഹാ. നാട്ടിൽ മദ്രസ നടക്കുന്നുണ്ടോ, പള്ളി നടക്കുന്നുണ്ടോ, ജുമുഅ നടക്കുന്നുണ്ടോ, ജമാഅത്ത് നടക്കുന്നുണ്ടോ, ദീനീ ശിആറുകളൊക്കെ നിലനിൽക്കുന്നുണ്ടോ, ഇവിടെ വിദ്യാഭ്യാസം നൽകപ്പെടുന്നുണ്ടോ, പാവങ്ങളുണ്ടോ, കണ്ണുനീരൊപ്പേണ്ട സാധുക്കളുണ്ടോ, ദുരിതാശ്വാസം നൽകേണ്ടതുണ്ടോ? ഇത്തരം കാര്യങ്ങളൊന്നും പെണ്ണുങ്ങൾ അറിയണ്ട. പെണ്ണുങ്ങൾക്ക് ചെറിയ നിയമങ്ങളാ, 5 വക്ത് നിസ്കാരങ്ങളാ, റമദാനിൽ നോമ്പെടുക്കലാ. അതേ, ഭർത്താവിന് അനുസരിച്ച് നന്ദി ചെയ്ത് ജീവിക്കലാ. ഹബീബായ തങ്ങൾ പറഞ്ഞതറിയുമോ? പെണ്ണുങ്ങൾ
പെണ്ണുങ്ങള് പാവങ്ങളാ, ഹാമിലാത്തുൻ ഗർഭം ധരിക്കുന്നവരാ, കാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി അനുസരണത്തോടെ ജീവിക്കുന്നവരാ, കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്നവരാ, വീടുകളിൽ പാതായ ഖിദ്മ ചെയ്യുന്നവരാ. അതേ ലൗലാമായ ഭർത്താക്കന്മാരോട് നന്ദി കേട് ചെയ്യുന്നില്ലെങ്കിൽ ലദഖലത്തിൽ മുസല്ലിയാത്ത് മിൻഹുന്നൽ ജന്ന, എല്ലാ നിസ്കരിക്കുന്ന പെണ്ണും സ്വർഗത്തിൽ കടക്കുമായിരുന്നു. അതേ ഒട്ടുമിക്ക പെണ്ണുങ്ങൾക്കും സ്വർഗം തടയപ്പെട്ടത് ഭർത്താക്കന്മാരെ അനുസരിക്കാത്തത് കൊണ്ടാ. ആഖിർ സമാനിലെ മക്കളെ, നിങ്ങൾക്കറിയുമോ പുരുഷന്മാർക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ ഹൂറുൽ ഈങ്ങളെ പടച്ചിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലെ പെണ്ണുങ്ങൾക്ക് വേറെ പുരുഷന്മാരില്ല. എന്താ? സ്വർഗത്തിലെ പുരുഷന്മാർക്ക് സ്ത്രീകളാകുന്ന ഹൂറുൽ ഈങ്ങളുണ്ട്. എന്നാൽ സ്വർഗത്തിൽ കിടക്കുന്ന സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാരുണ്ടോ? ഇല്ല. എന്തേ? സ്വർഗത്തിൽ കിടക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ആനുപാതികമായിട്ട് തുല്യരല്ല. ഒരു പുരുഷൻ ഒരു പെണ്ണ് എന്ന രൂപത്തിൽ ഈ ദുനിയാവിലെ പെണ്ണുങ്ങള് സ്വർഗത്തിലില്ല. അത് നികത്താനാ അല്ലാഹു പുരുഷന്മാർക്ക് ഹൂറുൽ ഈങ്ങളെ പടച്ചത് കേട്ടോ. സഹോദരിമാരെ, നിങ്ങൾക്കറിയുമോ, സഹോദരിമാരൊരു പക്ഷേ വല്ലാതെ പ്രയാസപ്പെട്ട് കാണും. ഞങ്ങൾ ഭാര്യമാർക്ക് ഇഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരെ പറയാനാണല്ലോ പറഞ്ഞത്. ഓ സഹോദരിമാരെ, നിങ്ങൾക്കറിയുമോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 11 സ്ത്രീകളെ നിക്കാഹ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഭാര്യ ബീവി ഖദീജയാണ്. ഖദീജ ബീവി മരിക്കുവോളം മറ്റൊരു പെണ്ണിനെ പറ്റി മുത്തുനബി ചിന്തിച്ചിട്ടില്ല. അന്ന് ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ മഹദിക്ക് 64 വയസ്സാണ്. 64 വയസ്സ് പ്രായമുള്ള ഖദീജ ബീബി തന്റെ ഭാര്യയായി നിലനിൽക്കുന്ന കാലത്ത് മറ്റൊരു ഭാര്യയെ മുത്തുനബി ചിന്തിച്ചിട്ടില്ല. ഹബീബായ തങ്ങൾ ധാരാളം സ്ത്രീകളെ കല്യാണം കഴിച്ചു എന്നേ അറിയൂ. എപ്പോഴാണെന്നറിയോ? ആദ്യം കല്യാണം കഴിച്ച മാതിയായ ഖദീജ ബീവി മുത്തുനബിക്ക് 25 വയസ്സുള്ളപ്പോൾ ഖദീജ ബീവിക്ക് 40 വയസ്സ്. നേരത്തെ 2 ഭർത്താക്കന്മാര് ത്വലാഖ് ചൊല്ലിയിട്ടുള്ള പെണ്ണ്. ആ ഭർത്താക്കന്മാർക്ക് മക്കൾ പിറന്ന പെണ്ണ്. ഖദീജ ബീവിയുമായിട്ടാണ് ഹബീബായ മുത്തുനബിന്റെ ഏറ്റവും നല്ല കാലം കഴിച്ചു കൂട്ടുന്നത്. ആ കാലം കഴിച്ചുകൂട്ടി ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 49 വയസ്സ് വരെ ഈ ഖദീജ അല്ലാത്ത ഭാര്യയില്ല. അങ്ങനെ വേറൊരു ഭാര്യയെ കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമം നടത്തിയത് ബീബി ഫാത്തിമ. ഇന്നുണ്ട് ചില സഹോദരിമാർ, ചില മക്കള് ഉമ്മ മരിച്ചാൽ പിന്നെ ഉപ്പ വേറെ കല്യാണം കഴിക്കുന്നത് ഇഷ്ടപ്പെടാത്തവർ, ഉപ്പയെ വേറെ കല്യാണം ചെയ്യാൻ അനുവദിക്കാത്തവർ. പഠിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രണ്ടാമതൊരു കല്യാണം ചെയ്യാൻ വേണ്ടി
ഏറ്റവും കൂടുതൽ ശ്രമം നടത്തിയത് അവിടുത്തെ പ്രിയപ്പെട്ട മോളാകുന്ന ബീവി ഫാത്തിമ. രണ്ടാമത് കല്യാണം കഴിച്ച സൗദാ ബീവിയെയാണ്. മൂന്നാമത് കല്യാണം കഴിച്ചത് ബഹുമാനപ്പെട്ട ആയിഷ ബീവിയെയാണ്. തീരെ കെട്ടിക്കാത്ത 6 വയസ്സുള്ള സമയത്ത് നിക്കാഹ് ചെയ്ത് 9ാമത്തെ വയസ്സിൽ കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണാണ് ബീവി ഖദീജ ബീവി ആയിഷ. 9 കൊല്ലം മുത്തുനബിനോട് ഒന്നിച്ച് ജീവിച്ച മഹദിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6 മക്കൾ ഖദീജ ബീവിയിൽ പിറന്നിട്ടുണ്ട്. 2 ആൺകുട്ടികളും ചെറുപ്പത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു കുട്ടിയെ കിട്ടാൻ 10 സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ആയിഷ ബീവി, അതിലൊന്നാണ് സൈനബ ബീവി, അതിലൊന്നാണ് ഹഫ്സ ബീവി. ഈ 10 പെണ്ണുങ്ങളിലും മക്കൾ പിറന്നിട്ടില്ല. ഞാൻ മക്കളില്ലാത്തതിന്റെ പേരിൽ ധാരാളം തങ്ങന്മാരോട് ഉസ്താദുമാരോട് ദുആ ചെയ്യിപ്പിച്ചു. ഒരുപാട് നേർച്ചകളും വഴിപാടുകളും നടത്തി. മക്കളെ കിട്ടിയില്ല. സങ്കടപ്പെടണ്ട. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടേണ്ടത് മുത്തുനബിയല്ലേ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്ര താല്പര്യമുണ്ടായിരുന്നു, ആയിഷ ബീവിക്ക് എത്ര താല്പര്യമുണ്ടായിരുന്നു ഒരു കുഞ്ഞ് പിറക്കാൻ, ഹഫ്സ ബീവിക്ക് എത്ര താല്പര്യമുണ്ടായിരുന്നു ഒരു കുഞ്ഞ് പിറക്കാൻ. പക്ഷേ പിറന്നില്ല. പിന്നീട് മുത്തുനബിക്കൊരു പൊന്നുമോൻ പിറന്നത് അങ്ങ് മുഖൗഖിസ് ചക്രവർത്തി കൊടുത്തയച്ചിരുന്ന അടിമപ്പെണ്ണായ ബീവി മാരിയ. ആ മാരിയ ബീവിയിലാണ്. ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല. ചരിത്രം പഠിക്കണം. ചരിത്രം പഠിക്കുമ്പോഴാ നമുക്ക് റസൂലുള്ളാഹിനെ അറിയുക, നമുക്ക് റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ അറിയുക. അപ്പോഴാ നമുക്ക് സ്നേഹം വർദ്ധിക്കുക, അപ്പോഴാണ് അവരെ പൊരുത്തം കിട്ടുക. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ ഈ ഖദീജ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹിച്ചതുപോലെ ഖദീജ ബീവിയും മുത്തുനബിയും കൂടി ജീവിതത്തിൽ ഒരിക്കലും ഒരു സൗന്ദര്യ പിണക്ക് പോലും ഉണ്ടായിട്ടില്ല. സ്വന്തം ഭാര്യയെക്കാൾ ഉപരി ഒരു പ്രിയപ്പെട്ട ഉമ്മയുടെ റോളാണ് ഖദീജ ബീവി അഭിനയിച്ചിരുന്നത്. കാരണം മുത്തുനബിക്ക് ഉമ്മയില്ല, മുത്തുനബിക്ക് ഉപ്പയില്ല, മുത്തുനബിക്ക് പെങ്ങന്മാരില്ല, എളീമയില്ല, മൂത്തമ്മയില്ല. എല്ലാം കൊണ്ടും തനിച്ചായ മുത്തു മുഹമ്മദ് മുസ്തഫ. അതേ, പലരെയും സമാധാനിപ്പിക്കൽ ആരാണ്? ഉമ്മമാരാണ്. അല്ലെങ്കിൽ ഉമ്മമാർക്ക് കിടയൊത്ത പെങ്ങന്മാരാണ്, അല്ലെങ്കിൽ ഉമ്മമാർക്ക് കിടയൊത്ത മാതൃ സഹോദരിമാരാണ്. ഇതൊന്നും തങ്ങൾക്കില്ല. അതുകൊണ്ട് ഉമ്മയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം, ഉമ്മയിൽ നിന്ന് കിട്ടേണ്ട സാന്ത്വനം അല്ലാഹുവിന്റെ റസൂലിനെ നൽകിയത് ബീബി ഖദീജ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയെ മുത്തുനബി സ്നേഹിച്ചതറിയുമോ? ഒരു കാലത്തും അവർ തമ്മിൽ ഒരു സൗന്ദര്യ പിണക്ക് പോലും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഖദീജ ബീവിയെ നിങ്ങൾക്കറിയുമോ? ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങൾ വന്നുകൊണ്ട് പറയുന്നു, നബിയേ, അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവിക്ക് അല്ലാഹ് സലാം പറയുന്നു. അല്ലാഹു നേരിട്ട് സലാം പറഞ്ഞയച്ച പെണ്ണാണ് ബീവി ഖദീജ. അല്ലാഹു സലാം പറഞ്ഞാൽ എങ്ങനെയാണ് മടക്കേണ്ടത്? വഅലൈക്കുമുസ്സലാം എന്ന് മടക്കാൻ പറ്റില്ലല്ലോ.
ഒരിക്കലും അല്ലാഹുവിന്റെ സലാം അടക്കേണ്ടത് എങ്ങനെയെന്ന് മുത്തുനബിയിൽ നിന്ന് പഠിച്ചിട്ടുമില്ല, മറ്റൊരാൾക്കും അന്നനുഭവം ഉണ്ടായിട്ടുമില്ല. ഖദീജ ബീവി ഉടനെ മടക്കുകയാ, അല്ലാഹു ഹുവസ്സലാം വമിൻഹുസ്സലാം വഇലൈഹി ഇർജിഉസ്സലാം. എന്തൊരു വിവരമാണ്! ഖദീജ ബീവിക്ക് അല്ലാഹു സലാം പറഞ്ഞയച്ചപ്പോൾ ആ സലാം ബഹുമാനപ്പെട്ട ഖദീജ ബീവി മടക്കിയ രൂപമാണ്. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നല്ല സുന്ദരമായ വീടുകൾ, മുള കൊണ്ടുണ്ടാക്കപ്പെട്ട വീടുകളുണ്ട് എന്ന് ഈ ഖദീജ ബീവിയോട് പറയണം. വളരെ വിശാലമായി പരന്നു കിടക്കുന്ന ചരിത്രം, ഞാനതൊന്നും പറയുന്നില്ല. പിൽക്കാലത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഈ ഉമ്മത്തിൽ എല്ലാം കൊണ്ടും തികഞ്ഞൊരു പെണ്ണ്, അത് ബീവി ഖദീജ. നമ്മൾ നിസ്കരിക്കുന്ന 5 വഖത്ത് നിസ്കാരം ഖദീജ ബീവി നിസ്കരിച്ചിട്ടില്ല. നമ്മൾ എടുക്കുന്ന നോമ്പ് ഖദീജ ബീവി നോമ്പെടുത്തിട്ടില്ല. ഖുർആൻ 30 ഖദീജ ബീവി ഖത്മ തീർത്ത് ഓതിയിട്ടില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഹജ്ജ് ചെയ്തിട്ടില്ല. മുത്തുനബി അവിടുന്ന് മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല. അതൊന്നും അന്ന് ഇസ്ലാമിലില്ല. പക്ഷേ ഖദീജ ബീവിയെ പോലെ ഒരു തികഞ്ഞ പെണ്ണ് ഈ ഉമ്മത്തിലില്ല. ഈ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് മുത്തുനബിക്കുള്ള താല്പര്യമറിയോ? അതേ കഅബ അല്ലാഹുവിന്റെ റസൂല് തിരിച്ചു പിടിച്ചു. കഅബാലയത്തിന്റെ താക്കോലൊന്ന് കയ്യിൽ പിടിക്കാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉസ്മാൻ ഇബ്നു തൽഹയോട് തങ്ങൾ ചോദിച്ചിട്ട് കൊടുത്തില്ല. ആ താക്കോലന്റെ കയ്യിലൊന്ന് വെച്ചോട്ടെ, ഞാൻ അതൊന്ന് കയ്യിൽ പിടിച്ചോട്ടെ. എന്റെ ഉപ്പാപ്പ ഇബ്രാഹിം നബി പുതുക്കി പണിത കഅബയാ, എന്റെ ഉപ്പാപ്പ ഇസ്മായിൽ നബി അന്ത്യവിശ്രമം കൊള്ളുന്ന കഅബയാ, ഹാജർ ബീവി കിടക്കുന്ന കഅബയാ, എന്റെ ഉപ്പുപ്പ അബ്ദുൽ മുത്തലിബ് വല്ലാതെ പരിഗണിച്ചിരുന്ന കഅബയാ. ആ കഅബാലയത്തിന്റെ താക്കോല് ഞാനൊന്ന് കയ്യിൽ പിടിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരാം. ഉസ്മാൻ ഇബ്നു തുൽഹ കൊടുത്തില്ല. നിന്നെ പോലത്തെ യതീമുകൾക്ക് 10 പൈസക്ക് വകയില്ലാത്തവർക്ക് ഇത് തരാൻ പറ്റില്ല. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഉസ്മാനെ, ഒരു ദിവസം ഈ കഅബയുടെ താക്കോലന്റെ കയ്യിൽ കിട്ടും. അന്ന് ഞാൻ നിന്നോട് കൃത്യമായിട്ട് പകരം ചോദിക്കും, പ്രതികാരം ചെയ്യും. ഉസ്മാൻ ഇബ്നു അബീ ത്വൽഹ പറയുന്നു, ഈ താക്കോല് നിന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അന്ന് ഖുറൈശികൾ ജീവിച്ചിരിക്കൂല, അറബികൾ ജീവിച്ചിരിക്കൂല. ഈ ഖുറൈശികളിൽപ്പെട്ട ഒരാൾ പോലും ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ താക്കോല് നിന്റെ കയ്യിൽ തരൂല. ഹബീബായ തങ്ങളൊന്ന് ചിരിച്ചു. ആ താക്കോലന്റെ കയ്യിൽ കിട്ടും. അന്ന് ഖുറൈശികൾക്കൊന്നും സംഭവിക്കൂല, അറബികൾക്കൊന്നും സംഭവിക്കൂല. ഹബീബായ തങ്ങളെ പിന്നീട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. ബദറും ഉഹുദും ഖന്തഖും അഹ്സാബും സമരങ്ങൾ കഴിഞ്ഞ് മക്ക തിരിച്ചു പിടിക്കാൻ ഹബീബ് വരികയാ. ബഹുമാനപ്പെട്ട അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അബൂ സുഫിയാനെ ചൂണ്ടിക്കാണിച്ചു പറയുന്ന, അബൂ സുഫിയാനെ, നിങ്ങളല്ലേ പറഞ്ഞു ഈ നബിയെ വിശ്വസിക്കാൻ? ആ കാണുന്ന 2 പർവ്വതങ്ങൾക്കിടയിൽ കൂടി മുഹമ്മദിന്റെ കുതിരപ്പട വരുന്നത് കണ്ണിൽ കണ്ടെങ്കിലല്ലാതെ ഞാൻ വിശ്വസിക്കൂല. ഹബീബായ തങ്ങളുടെ കുതിരപ്പട
കുദായിൽ കൂടി ഇറങ്ങി വരുന്നു. തക്ബീർ ധ്വനികളുമായി കഅബയൊന്നി പിടിക്കാൻ, കഅബ തുറക്കാൻ, മക്ക കീഴടക്കാൻ. ആരാണതിലുള്ളത്? മഹാനായ ബിലാൽ തങ്ങളുണ്ട്. തടിച്ച ബിലാൽ, തടിച്ച ചുണ്ടുള്ള ബിലാൽ, സ്പ്രിങ് പോലത്തെ മുടിയുള്ള ബിലാൽ, കറുകറുത്ത ബിലാൽ, ഇരുമ്പ് പോലത്തെ കൈക്കരുത്തുള്ള ബിലാൽ, ഉമയ്യത്തിന്റെ മർദ്ദനം കൊണ്ട് പൊളിച്ചുട്ട് പൊള്ളുന്ന മണലാരണ്യത്തിൽ മലർത്തി കിടത്തിയിട്ട് പുറത്ത് കല്ലുകൾ വെച്ച് നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ട മഹാനായ ബിലാൽ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തെ പോലും നിർത്തുമാർ സുന്ദരമായ സ്വരത്തിന്റെ ഉടമയായ ബിലാൽ. ആ സ്വഹാബികള് കുതിരപ്പുറത്ത് വാളുമേന്തി പരിചയം പിടിച്ച് കഅബാലയത്തിലേക്ക് മന്ദം മന്ദം നീങ്ങുകയാ. കഅബയുടെ മുകളിൽ കയറി ബിലാൽ വാങ്ങി വിളിക്കുകയാ. ഉസ്മാൻ ഇബ്നു അബീ തുൽഹയോട് മുത്തുനബി താക്കോല് ചോദിക്കുകയാ. താക്കോൽ അങ്ങെടുത്ത് കൊടുക്കുകയാ. ഖുറൈശികൾ മുഴുവനും ഓടിയൊളിക്കുകയാ. അലിയാര് കഅബ തുറക്കുകയാ. ഹബീബകത്ത് കയറുകയാ. ഇബ്രാഹിം നബിന്റെ പ്രതിഷ്ഠയുണ്ട്, ഇസ്മായിൽ നബിന്റെ പ്രതിഷ്ഠയുണ്ട്, ഹാജർ ബീവിന്റെ പ്രതിഷ്ഠയുണ്ട്, ഒരുപാട് വിഗ്രഹങ്ങളുണ്ട്. അത് മുഴുവനും അല്ലാഹുവിന്റെ റസൂല് മാറ്റുകയാ. കഅബാലയത്തിൽ വെച്ച് നിസ്കരിക്കുകയാ. നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുകയാ. കഅബ ബഹുമാനപ്പെട്ട മുത്തുനബി പൂട്ടുകയാ. ആ പൂട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ മഹാനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് വന്ന് ചോദിക്കുകയാ, ആ താക്കോല് എന്റെ കയ്യിൽ തരൂ, ഞാനത് സൂക്ഷിക്കാ. മുത്തുനബിന്റെ പിതൃവ്യനാ, കൊടുത്തില്ല. അലിയാരി തങ്ങൾ പറഞ്ഞു, ഞാനത് സൂക്ഷിക്കാ, എന്റെ കയ്യിൽ തരുവോ? ഹബീബ് കൊടുത്തില്ല. വളരെ ഇളിമ്പ്യനായി, നിന്ദ്യനായി, തലയും താഴ്ത്തി നിൽക്കുന്ന ഉസ്മാൻ ഇബ്നു അബീ തുൽഹ എന്ത് പറയണമെന്നറിയില്ല. നന്മക്കതാ തിന്മയെ നന്മ കൊണ്ട് പ്രതികരിക്കുന്ന ഹബീബിന്റെ പകരം വീട്ടൽ കണ്ടോ? ഉസ്മാനേ ഹക്കാ ഖാലിദതൻ താലിദാ, താക്കോല് പിടിച്ചോ, എന്നും പിടിച്ചോ, ശാശ്വതമായി പിടിച്ചോ. ഹബീബ് കൊടുക്കുകയാ. സുബ്ഹാനല്ലാഹ്. അലിയാരി തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഈ മക്ക ഫത്ഹായ സ്ഥിതിക്ക്, കഅബാലയത്തിൽ വാങ്ങി വിളിച്ച സ്ഥിതിക്ക്, ഇവിടെ പൊതുജമാഅത്ത് നടക്കുന്ന സ്ഥിതിക്ക്, ഇവിടെ നമുക്ക് സ്വൈര്യമായി ജമാഅത്ത് നടത്താൻ, വാങ്ങി വിളിക്കാൻ, ദീനി പ്രബോധനം ചെയ്യാൻ മക്ക റിപ്പബ്ലിക്കായ സ്ഥിതിക്ക് 2-3 ദിവസം നമുക്ക് ഇവിടെ താമസിക്കണമല്ലോ. ഈ താമസിക്കുമ്പോൾ എവിടെയാണ് തങ്ങൾക്ക് ടെന്റ് കെട്ടേണ്ടത്? താമസിക്കാൻ ടെന്റ് കെട്ടേണ്ടത് കഅബയുടെ മുറ്റത്തോ, തങ്ങൾ പ്രസവിക്കപ്പെട്ട വീട്ടിലോ, ഖദീജയുടെ വീട്ടിലോ? എവിടെയാണ് തങ്ങൾക്ക് താമസിക്കാൻ ഞങ്ങൾ ടെന്റ് കെട്ടേണ്ടത്? ഹബീബിന്റെ കണ്ണുകൾ നിറഞ്ഞു. അൽ ഹജൂൻ, ഈ ഒരു ദിവസം
ദിവസം ഏറ്റവും കൂടുതൽ കണ്ട് സന്തോഷിക്കേണ്ടത് എന്റെ ഖദീജയാ. ഇതിനോളം സന്തോഷം ഖദീജക്ക് മറ്റൊന്നില്ല. ജീവിതകാലത്ത് എത്രയാണ് അതിനു വേണ്ടി ആഗ്രഹിച്ചത്, അതിനു വേണ്ടി കരഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ടെന്റ് കെട്ടേണ്ടത് എന്റെ പ്രിയപ്പെട്ട ബീവി ഖദീജ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറില്ലേ, ആ ഖബറിന്റെ സമീപത്ത് അൽ ഹജൂൻ അൽ മുഅല്ല എന്നീ പേരുള്ള അവിടെ ആവട്ടെ ഖദീജ കാണട്ടെ. വിജയശ്രീലാളിതനായി മക്കയിൽ തിരിച്ചു വന്നത് ഖദീജ അറിയട്ടെ. ഖദീജ ബീവിയെ ഓർക്കുമ്പോൾ പിന്നീട് തങ്ങള് കരയാതിരുന്നിട്ടില്ല. അല്ലാഹ് ഒന്നും രണ്ടും ആടുകളെ അറുത്ത് അതിന്റെ മാംസങ്ങൾ വീതിച്ച് ഖദീജ ബീവിന്റെ കൂട്ടുകാരികൾക്ക് മുത്തുനബി കൊടുത്തയക്കല. ഖദീജ ബീവിന്റെ ജേഷ്ഠത്തി ഹാല വന്നപ്പോ ദക്കറുത്തനീ ഖദീജ, ബഹുമാനപ്പെട്ട ഖദീജ ബീവിയുടെ ജേഷ്ഠത്തിയെ കണ്ടപ്പോ പൊട്ടിക്കരഞ്ഞ റസൂൽ, എന്റെ ഖദീജയെ ഓർമ്മ വന്നു പോയി, ഞാൻ ഓർത്തു പോയി. വല്ലാത്ത സ്നേഹമല്ലേ, ബന്ധമല്ലേ. ഇതാണ് ശരിയായ ഭർത്താക്കള്. മഹദിയായ ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽപ്പെട്ടവരാണ് മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അബൂ സലമ. ആ അബൂ സലമ മദീനയിലേക്ക് ഹിജ്റ പോയി. പറക്കമുറ്റാത്ത തന്റെ പൈതലിനെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സലമയും മക്കയിൽ തരിച്ചാക്കി. വൈകുന്നേരമാകുമ്പോൾ ഭർത്താവ് തിരിച്ചെത്തിയില്ല. ഉമ്മു സലമ ബീവി ചോദിച്ചു, ഭർത്താവ് എവിടെ? അന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഒട്ടുമിക്ക ഭർത്താക്കളും തിരിച്ചെത്താറില്ല. ഖുറൈശികളിൽ നിരന്തരമായ പീഡനങ്ങളാണ്. മഹദിയായ ഉമ്മു സലമ ബീവി രണ്ടുപേരും വിശ്വാസികളാണ്. അല്ലാഹുവിന്റെ റസൂലിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നവരാണ്. പുറത്തിറങ്ങി അന്വേഷിച്ചു. അപ്പോഴാണ് വിവരം കിട്ടിയത്, ഭർത്താവ് അബൂ സലമ മദീനയിലേക്ക് പോയി. പിറ്റേ ദിവസം കാലത്ത് അറിയുമോ, മദീന റോഡ് ഇന്ന് തൻഈം എന്ന ആയിഷ പള്ളിയുള്ള അവിടം വരെ മഹദിയായ ഉമ്മു സലമ ബിവി പറക്കമുറ്റാത്ത പൈതലിനെയും എടുത്ത് നിൽക്കുകയാ. എനിക്കും മദീനയിലെത്തണം, ഹബീബിന്റെ കൂടെ പോകണം, മദീനയിൽ മുത്തുനബിന്റെ കൂടെ താമസിക്കണം. ഭർത്താവ് പോയി. പക്ഷേ നീണ്ട 8-10 ദിവസത്തെ യാത്രയുണ്ട്. മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യേണ്ടതുണ്ട്. ഒറ്റക്ക് പോകാൻ പറ്റുന്ന പ്രകൃതമല്ല പെണ്ണിന്റെ പ്രകൃതം. എന്ത് ചെയ്യണമെന്നറിയാതെ മഹദിയായ ഉമ്മു സലമ ബീവി തന്റെ പൈതലിനെ മാറോട് ചേർത്തിപ്പിടിച്ച് കരയുകയാ. അവിടെയും നമ്മുടെ കഥാപുരുഷനാകുന്ന ഉസ്മാൻ ബിൻ തുൽഹ മാന്യനാ. അദ്ദേഹം പറയുന്നു, ഞാൻ എത്തിച്ചു തരാം. നീണ്ട 10 ദിവസത്തെ യാത്രയാണ്, മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്, അന്യൊരു പുരുഷന്റെ കൂടെയാണ്. ഒറ്റക്ക് പോകാനൊക്കുമോ? 1000 ആശങ്കകളുണ്ട്, പേടിയുണ്ട്.
പക്ഷേ ഉസ്മാൻ ഇബ്നു അബീ ത്വൽഹ വലിയ മാന്യനാണ്. ഉസ്മാൻ ഇബ്നു അബീ ത്വൽഹയുടെ കൂടെ ഉമ്മു സലമ ബീവി മദീനയിലേക്ക് യാത്ര പുറപ്പെടുന്നത് അറിഞ്ഞപ്പോ അബൂ സലമയുടെ ഉപ്പ വരുന്നു, സഹോദരന്മാര് വരുന്നു, പോകാൻ പറ്റൂല, നീ പോവുകയാണെങ്കിൽ വിരോധമില്ല, പക്ഷേ കുഞ്ഞ് ഞങ്ങളെ കുഞ്ഞാണ്, ഞങ്ങളെ കുഞ്ഞിനെ വിട്ടുതരില്ല. ആ ചോര പൈതലിന് വേണ്ടി പിടിയും വലിയും കൂടുകയാണ്. സ്വന്തം ഉമ്മ കുഞ്ഞിനെ കൊടുക്കുമോ? ഒട്ടകപ്പുറത്ത് കയറിയിരിക്കുന്ന മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് തന്റെ കുഞ്ഞിനെ പിടിച്ചു വലിക്കുന്നു. ആ പാവപ്പെട്ട കുഞ്ഞ് കരയുന്നു. തന്റെ രണ്ട് കൈകൾ ഷോൾഡറിൽ നിന്ന് പിരിഞ്ഞുപോയി. മാറോട് ചേർത്തി പിടിച്ച് വിട്ടുകൊടുത്തില്ല. മഹദിയായ ഉമ്മു സലമ ബീവി ഉസ്മാൻ ഇബ്നു അബീ ത്വൽഹയോടൊപ്പം മദീനയിലെത്തി. ഒരു കിന്നാരം പറഞ്ഞില്ല, സംശയത്തിന്റെ നോട്ടം നോക്കിയില്ല. വളരെ മാന്യമായി പെരുമാറിയ ഉസ്മാൻ ഇബ്നു അബീ ത്വൽഹ മദീനയിലെത്തി മുത്തുനബിന്റെ പള്ളിയിലും കൊണ്ടുവന്നിറക്കി അബൂ സലമയെ ഏൽപ്പിക്കുകയാ. എന്തൊരു നല്ല മനുഷ്യൻ, എന്തൊരു മാന്യനാണ്. പറയാൻ ഉമ്മു സലമ ബീവിക്ക് വാക്കുകളില്ല. ആ അബൂ സലമയും ഉമ്മു സലമ ബീവിയും വർഷങ്ങളോളം വീണ്ടും മദീനയിൽ ദാമ്പത്യ ജീവിതം നയിക്കുകയാ. ആ ദാമ്പത്യ ജീവിതത്തിൽ 3 മക്കള് പിറക്കുകയാ. അബൂ സലമ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ ഷഹീദാവുകയാ. തനിക്ക് പറ്റിയ അപകടത്തെ തുടർന്ന് വീട്ടിൽ രോഗിയായി കിടന്ന് മരണപ്പെടുകയാ. യുദ്ധത്തിലേറ്റ ആ മുറിവ് കൊണ്ട് വീട്ടിൽ കിടന്ന് ബഹുമാനപ്പെട്ട അബൂ സലമ മരണപ്പെട്ടു. മദീന പള്ളിയിൽ മുത്തുനബി അറിഞ്ഞു. നബിയും സഹാബത്തും ചെല്ലുകയാണ്. ചെന്ന് നോക്കുമ്പോൾ അബൂ സലമയുടെ പറക്കമുറ്റാത്ത മക്കള് അബൂ സലമന്റെ ശരീരത്തിൽ കയറി കളിക്കുന്നു. അബൂ സലമ തങ്ങൾ ചേതനയറ്റി കിടക്കുന്നു. തുറന്ന കണ്ണുകളാ ഹബീബായ തങ്ങൾ കണ്ണി ചിമ്മിപ്പിക്കുന്നു. കൈകൾ കാലുകളും കെണുപ്പുകൾ നേരെയാക്കുന്നു. ഉമ്മു സലമ ബീവി ഒരു ഭാഗത്ത് കരഞ്ഞിരിക്കുന്നു. തന്റെ ബന്ധുക്കളില്ല, കുടുംബങ്ങളില്ല, ഭർത്താവിന്റെ കുടുംബമില്ല, ബന്ധമില്ല. 400 ചില്ലാനും കിലോമീറ്റർ അകലെ ഈ പറക്കമുറ്റാത്ത പൈതങ്ങളെയും കൊണ്ട് ഞാൻ ഇനി ഒറ്റക്കെങ്ങനെ ജീവിക്കും? ഒരുപാട് ചിന്തകളാ. ഈ അബൂ സലമ മരണപ്പെട്ടത് തന്റെ കുഞ്ഞുങ്ങൾക്കറിയില്ല. ഹബീബായ തങ്ങള് ഉമ്മു സലമ ബീവിയെ സമാധാനിപ്പിക്കുകയാണ്. ടെൻഷൻ അടിക്കണ്ട, അല്ലാഹുമ്മ അജ്രിനി ഫീ മുസീബത്തി, എനിക്കെത്തിയ മുസീബത്തിൽ നീ കൂലി തരണം. വാഖിബിനി ഖൈറൻ മിൻഹു, ഇതിനേക്കാൾ നല്ല ഭർത്താവിനെ എനിക്ക് പകരം തരണം എന്ന് നീ ഇങ്ങനെ ദുആ ചെയ്തോ. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബാക്കളും അബൂ സലമ റളിയല്ലാഹു അൻഹു തങ്ങളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറവ് ചെയ്യുകയാ. ഉമ്മു സലമ ബീവിയോട് നിർദ്ദേശിക്കുകയാ, ഈ ദിക്ർ ചൊല്ലാൻ പറയുകയാ. അല്ലാഹ്
വറക്കമുറ്റാത്ത 4 മക്കളെയുമായി തനിച്ച ഉമ്മു സലമ ബീവിയെ ഇടയ്ക്കിടെ മുത്തുനബി സന്ദർശിക്കുകയാ. തങ്ങൾ ശ്രദ്ധിക്കുകയാ. ഭർത്താവ് മരിച്ചഴിത്ത കഴിയുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഈ മക്കളെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി അത്താണിയായിട്ട് ആ പാവപ്പെട്ട ഉമ്മു സലമ ബീവിക്ക് ഒരു സഹായമെന്നോണം, തുണയെന്നോണം നിക്കാഹ് പറയുകയാ. ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി അത്ഭുതപ്പെടുകയാ. മുത്തുനബി എന്നോട് പറഞ്ഞു, ഇതിനേക്കാൾ നല്ല ഭർത്താവിന് എനിക്ക് പകരം തരണം. എനിക്കുറപ്പാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂസലമയേക്കാൾ നല്ല ഭർത്താവിനെ കിട്ടൂല, അതിലും നല്ല ഭർത്താവിനെ കിട്ടൂല. പിന്നെ തങ്ങൾ പറഞ്ഞതാണെന്ന നിലക്ക് ഞാൻ അങ്ങ് ചൊല്ലിയതാ. പിന്നെയല്ലേ ആരാണ് എനിക്ക് വിവാഹാന്വേഷണമായി വരുന്നത്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കണ്ണ് തള്ളിപ്പോയി. ഞാൻ പറഞ്ഞു തയ്യാറാണ്, പക്ഷേ എന്റെ മക്കളെ ഞാൻ വിടൂല. ഈ 4 മക്കളെയും തങ്ങളാ പിന്നെ പോറ്റിയത്. അല്ലാഹു വിശുദ്ധ ഖുർആനിലെ സ്വർഗത്തിലെ ഹൂറുൽഈങ്ങളെ പെണ്ണുങ്ങളെ പറ്റി എമ്പാടും വർണ്ണിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവിയോട് പറയുന്നു, ഉമ്മു സലമ, അല്ലാഹു തആല സ്വർഗത്തിൽ പുരുഷന്മാർക്ക് വേണ്ടി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഹൂറുൽഈങ്ങളെന്ന പെണ്ണുങ്ങളെക്കാൾ എത്രയോ സൗന്ദര്യവും എത്രയോ ആകർഷണീയവും ഈ ദുനിയാവിലെ പെണ്ണുങ്ങൾക്കാ, ദുനിയാവിലെ ഭാര്യമാർക്കാ. കൺതടം വിശാലമായ 33 വയസ്സ് പ്രായമുള്ള ഒരു കിളവിയുമില്ല. ഈ ദുനിയാവിലെ പെണ്ണുങ്ങൾ നാളെ സ്വർഗത്തിലെത്തിയാല് വിയർപ്പിന്റെ ഗന്ധമില്ല, മെൻസസ് ഇല്ല, അഴുക്കുകളില്ല. 100 തവണ ബന്ധപ്പെട്ടാലും കന്യകത്വം നഷ്ടപ്പെടൂല, സൗന്ദര്യം കുറയൂല. ഈ ഹൂറുൽഈങ്ങളെക്കാൾ എത്രയോ 10 മടങ്ങ് സൗന്ദര്യം ദുനിയാവിലെ പെണ്ണുങ്ങളാ. ഉമ്മു സലമ ബീവിക്ക് വിവരിച്ചു കൊടുക്കുന്നു, അടിവസ്ത്രവും മുകൾ വസ്ത്രവും തമ്മിലുള്ള വ്യത്യാസമാ. ആരെങ്കിലും അടിയിലെ വസ്ത്രം ശ്രദ്ധിക്കുമോ? അതിനാരെങ്കിലും നന്നായിട്ട് ഭംഗിയാക്കുമോ? മുകളിലെ വസ്ത്രമല്ലേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇതുപോലെയാ ഈ ദുനിയാവിലെ നമ്മളെ ഭാര്യമാരെ പോലെ സൗന്ദര്യമുള്ള പെണ്ണുങ്ങളില്ല. മറ്റത് നമ്മൾ കമ്പനിയിൽ നിന്ന് വാങ്ങുന്ന ലഗോൺ കോഴികളെ പോലെയാ. അല്ലാ അല്ലാ, ഈ ദുനിയാവിലെ പെണ്ണുങ്ങൾക്ക് എന്ത് സൗന്ദര്യമാ, അവർക്കെന്തൊരാകർഷണീയമാ, അവർക്കെന്തൊരു ഇഷ്ടമാ. മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം. ഭർത്താക്കന്മാരിൽ നിന്ന് കണ്ണെടുക്കാത്ത പെണ്ണുങ്ങള് ഒരു മനുഷ്യനും തൊട്ടിട്ടില്ല, ഒരു ജിന്നും തൊട്ടിട്ടില്ല. അത്തരത്തിലുള്ള സ്വർഗത്തിൽ അത്തരത്തിലുള്ള സ്ത്രീകളാ ഈ ദുനിയാവിലെ സ്ത്രീകളെന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ വിവരിച്ചു കൊടുത്തു മുത്തു മുഹമ്മദ് മുസ്തഫ അവതരിപ്പിക്കുമ്പോൾ
ഉമ്മു സലമ ബീവിക്കൊരു സംശയം, യാ റസൂലല്ലാഹ്, ഈ ദുനിയാവിൽ വെച്ച് രണ്ട് ഭർത്താക്കന്മാരെ ഭാര്യയായിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിലെ സ്ത്രീ സ്വർഗത്തിലെത്തിയാല് ആരെയാണ് തെരഞ്ഞെടുക്കുക? ആരെയാണ് ആരെ കൂടെയാണ് പോവുക? ഉമ്മു സലമ ബീവിക്ക് ശരിക്ക് പരിചയമുണ്ടല്ലോ. നേരത്തെ അബൂ സലമയുടെ ഭാര്യയാണ്, ഇപ്പൊ മുത്തുനബിന്റെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്, ദുനിയാവിൽ ഒന്നിലധികം ഭർത്താക്കന്മാർക്ക് ഭാര്യയായിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെത്തിയാൽ ആരെ തെരഞ്ഞെടുക്കും നബിയേ? ഹബീബായ തങ്ങളെ മറുപടി, അഹ്സനുഹും അഖ്ലാഖാ, ഏറ്റവും നല്ല സ്വഭാവമുള്ള ഭർത്താവിനെ തെരഞ്ഞെടുക്കുന്നതാ, ആ ഭർത്താവിന്റെ പിറകെ പോകുന്നതാ. ഉമ്മു സലമ ബീവിക്ക് സമാധാനമായി. മുത്തുനബിക്ക് 11 ഭാര്യമാരുണ്ടെങ്കിൽ ഓരോ ഭാര്യയോടും ചോദിച്ചാൽ ഏറ്റവും നല്ല ഭർത്താവ് മുത്തുനബിയാ. എന്റെ ഭർത്താവിനേക്കാൾ നല്ല ഭർത്താവില്ല. ആയിഷ ബീവിക്ക് മുത്തുനബി ഒരു ഭക്ഷണത്തിന്, ഒരു മാംസത്തിന്റെ കുറകെടുത്ത് ഒന്ന് കടിച്ചാൽ 18 വയസ്സുള്ള ആയിഷ ബീവി തങ്ങളെ പല്ല് തട്ടിയ സ്ഥലമാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. അവിടെയാ തന്റെ പല്ല് വെക്കുന്നത്, അവിടെയാ തന്റെ ചുണ്ട് വെക്കുന്നത്. ഈ രൂപത്തിലാ ഭർത്താക്കന്മാരെ സ്നേഹിച്ചത്, ഭർത്താക്കന്മാരെ സ്നേഹിച്ചത്. അതിന് മക്കളെ, ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് തോറ്റുകൊടുക്കണം, ഭാര്യമാരോട് നല്ല രൂപത്തിൽ പെരുമാറണം, ഭാര്യമാർക്ക് ഇഷ്ടപ്പെട്ടവരായി തീരണം. ഭാര്യമാര് ബുദ്ധി കുറവുള്ളവരാ. ഒരു പുരുഷന്റെ ബ്രെയിനിനകത്ത് 2300 സ്ഥിരാവയവങ്ങളുള്ളപ്പോ 1700 ഒരു പെണ്ണിന്റെ ബ്രെയിനിനകത്തുള്ളൂ. ഒരുപാട് കുറവ് പെണ്ണുങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വഅശിറൂഹുന്ന, നല്ല രൂപത്തിൽ വർത്തിക്കണമെന്ന കൽപ്പന പുരുഷന്മാരോടാ, നിർദ്ദേശം പുരുഷന്മാരോടാ. നിങ്ങളോട് ഇങ്ങോട്ട് നല്ല നിലക്ക് നിൽക്കുമ്പോ അങ്ങോട്ടും നല്ല നിലക്ക് നിൽക്കണമെന്നല്ല. നിങ്ങളെപ്പോഴും അങ്ങോട്ട് ബുദ്ധി കുറഞ്ഞ പെണ്ണുങ്ങളാ, വിവരം കുറഞ്ഞ പെണ്ണുങ്ങളാ, ഒരുപാട് വീക്ക്നെസ് ഉള്ള സ്ത്രീകളാ, അബലകളും ചപലകളുമാ. അതൊക്കെ മനസ്സിലാക്കി നല്ല നിലയിൽ വർത്തിക്കണേ. അർഹമുറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ അല്ലാഹു നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ മക്കൾ, നമ്മുടെ പേരമക്കൾ, നമ്മുടെ സഹോദര സഹോദരിമാർ എല്ലാവരെയും മുത്തുനബിന്റെ ലിവാഉൽ ഹംദ് എന്ന കൊടിക്കീഴിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. ഭാര്യമാരിൽ നിന്ന്, മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് കണ്ണിന് കുളിർമ നൽകണേ, മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കണേ എന്ന് ഇബ്രാഹിം നബി പഠിപ്പിച്ച പ്രാർത്ഥനയാ. മക്കളിൽ നിന്ന്, ഭാര്യമാരിൽ നിന്ന് കണ്ണിന് കുളിർമ എന്ന് പറഞ്ഞാൽ അവര് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് കാണുക, അവര് നിസ്കരിക്കുന്നത് കാണുക, അവര് സ്വലാത്ത് ചെല്ലുന്നത് കാണുക, അവര് ഖുർആൻ ഓതുന്നത് കാണുക,
അവര് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ കണ്ണിൽ കാണലാ. അതിനാണ് കണ്ണിന്റെ കുളിർമ എന്ന് പറയുന്നത്. അല്ലാഹു നമ്മുടെ ഭാര്യമാരിൽ നിന്ന്, നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് കണ്ണിന് കുളിർമ നൽകട്ടെ. ഇജാബത്തുള്ള മജ്ലിസിൽ അല്ലാഹു ഈ മജ്ലിസ് ഉൾപ്പെടുത്തി തരട്ടെ.